നമസ്കാരം. നമുക്കൊക്കെ ഉള്ള ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ എന്നാണ് നമ്മുടെ ഗുരുജനങ്ങൾ പറഞ്ഞത്. അതിൻ്റെ പേരാണ് അഹങ്കാരം. ആർക്കും വന്നാൽ ഗുരുയെ പറഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ നല്ല ശക്തമായ തിരിച്ചടിയിലൂടെ അത് മനസ്സിലാവുള്ളൂ. ഒരു കൊച്ചു സംഭവം പറയാം. ഇത് നമുക്ക് സമർത്ഥരാമദാസിൻ്റെ കഥയിലുള്ള, നമ്മൾ കഴിഞ്ഞൊരിക്കൽ കഥയെ പറഞ്ഞല്ലോ, ആഞ്ജനേയൻ്റെ അംശാവതാരം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഛത്രപതി ശിവജി. ഛത്രപതി ശിവജിക്ക് ആ ക്ഷാത്രവീര്യം മുഴുവനും പ്രയോഗിക്കാൻ കരുത്ത് കിട്ടിയത് സമർത്ഥരാമദാസ് എന്ന ഋഷിയുടെ കരുത്താണ്. അർജുനൻ ശക്തനായതിൻ്റെ കാരണം ശ്രീകൃഷ്ണൻ എന്ന യോഗേശ്വരൻ്റെ സാമീപ്യമാണ്. അപ്പം യോഗേശ്വരനായ കൃഷ്ണൻ്റെ സാമീപ്യം, തപസ്സിൻ്റെ ശക്തിയും ക്ഷാത്രവീര്യവും, ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് എല്ലാ കാലത്തും ധർമ്മം നിലനിൽക്കുള്ളൂ. അങ്ങനൊരു ചേർച്ചയാണ് അക്കാലത്ത് സമർത്ഥരാമദാസിലൂടെയും ശിവജിയിലൂടെയും നടന്നത്. അതുകൊണ്ടാണ് ഈ ഹൈന്ദവ ധർമ്മത്തിന് ശക്തമായൊരു അടിത്തറ ഇടാനും ശിവജി മഹാരാജന് സാധിച്ചത്. അപ്പോൾ ഒരു വലിയ കോട്ടയുടെ പണി നടക്കുകയാണ്. ശിവജിയുടെ വലിയൊരു കോട്ടയുടെ പണി നടക്കുന്നു. ആ കോട്ടയുടെ പണി നടക്കുമ്പം അതികഠിനമായ ഒരു വരൾച്ചയും അവിടെ ഉണ്ടായി. അപ്പോൾ വെള്ളം ശ്രമിക്കാവുന്നതിൻ്റെ അടുത്ത് കുഴിക്കാൻ നോക്കി, ഇത് നോക്കി, എന്തൊക്കെ ചെയ്തിട്ടും വെള്ളം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതിങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വറുതിയിൽ കുറേ പേരുടെ ജീവിതം പോകുന്നു മനസ്സിലായി. ആ സമയത്താണ് അവിടെ ഒരു മഹാസിദ്ധനായ ഒരാളെത്തി. അദ്ദേഹം ഈ സിദ്ധനായി എന്ന് വെച്ച് നല്ലവനാവണം എന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ സിദ്ധനായി എന്ന് വെച്ചാൽ മോശമാവണമെന്നില്ല. ഈ അത്യാവശ്യം ഇച്ചിരി ശക്തിയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇച്ചിരി അഹങ്കാരം വരുമല്ലോ, അതുകൊണ്ടാണ് സൂചിപ്പിക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സിദ്ധനായി അദ്ദേഹം ചക്രവർത്തി ശിവജിയോട് പറഞ്ഞു, വെള്ളമുള്ള ദിക്ക് ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ സിദ്ധി കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ഭൂപ്രദേശത്ത് എവിടെ ജലസമൃദ്ധിയുണ്ട് അവിടെ ഇത്ര കുഴിച്ചാൽ വെള്ളം കിട്ടും. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ആ വ്യവസ്ഥ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതുപോലെ അങ്ങത് കുഴിച്ച് വെള്ളം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഭരണത്തിൽ പകുതി അധികാരം എനിക്ക് നൽകണം. ശിവജിക്ക് വിഷമായി. ഭരണം പോകുന്നതിലുള്ള വിഷമല്ല, ഭരണം പങ്കിട്ട് കൊടുക്കുന്നവൻ അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നവൻ ധർമ്മിഷ്ഠനല്ല എങ്കിൽ തൻ്റെ പ്രജയ്ക്കും രാജ്യത്തിനും വരാൻ പോകുന്ന മഹാവിപത്ത്. അതാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സംഭവിച്ചത്. എന്തു സംഭവിച്ചു? ആ കസേലിരിക്കുന്ന ശക്തിമാനായ, നീതിമാനായ, ധർമ്മിഷ്ഠനായ ഉരുക്കു മനുഷ്യൻ നമ്മളുടെ പട്ടേൽ വന്നിരുന്നു എങ്കിൽ ഈ ഭാരതത്തിൻ്റെ ഭാവി 2014 തിരിയുന്നതിന് മുമ്പേ ശ്രേഷ്ഠമായ, ഉത്തമമായ ഒരു മാർഗത്തിലേക്ക് തിരിയുമായിരുന്നു. ഇതൊക്കെ ചരിത്ര സത്യങ്ങളാണ്. ഈ ഭയമാണ് ശിവജിയെ കീഴ്പ്പെടുത്തിയത്. അദ്ദേഹം ചോദ്യഭാവത്തിൽ സമീപം നിന്നിരുന്ന സമർത്ഥരാമദാസിന്റെ നേരെ ചോദ്യത്തിൽ കൂടെ നോക്കി. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥ അംഗീകരിക്കൂ, വെള്ളം എവിടെയാണെന്ന് കാണിച്ചു തരാൻ പറയുന്നു. ഇപ്പോൾ ജീവനത്തിനുള്ള പ്രശ്നമാണ്, അതാണ് മുഖ്യധർമ്മം, കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് പറയൂ. രാജാവ് അദ്ദേഹത്തിൻ്റെ വ്യവസ്ഥ സംബന്ധിച്ചു. അങ്ങനെ പറഞ്ഞ സ്ഥലത്ത് കുഴിച്ചു, വെള്ളം കിട്ടി, സന്തോഷമായി. അപ്പോൾ പറഞ്ഞു, ഇനി ഉടമ്പടി പ്രകാരം അങ്ങ് പ്രഖ്യാപിക്കൂ, ഈ രാജ്യത്തിൻ്റെ പകുതി അധികാരം എനിക്കും കൂടിയുള്ളതാണ്, പ്രഖ്യാപിക്കൂ എന്ന് പറഞ്ഞു. ചക്രവർത്തി വീണ്ടും ഗുരുവിൻ്റെ മുഖത്ത് നോക്കി. ഗുരു പറഞ്ഞു, ശിവജിയോട് പറഞ്ഞു, മഹാരാജൻ, അങ്ങ് വാളുകൊണ്ട് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കൂ, അദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിക്കൂ എന്ന് പറയുകയാണ്. ഗുരു കൽപ്പനയാണ്. മനസ്സോടെ ആണെങ്കിലും അദ്ദേഹം ആ കൽപ്പന നിറവേറ്റി ഇദ്ദേഹത്തിൻ്റെ ശിരസ് ഛേദിച്ചു. സമർത്ഥരാമദാസ് പറഞ്ഞു, രാജ്യം വലിയൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കേ, പ്രജകൾ മരണത്തിൻ്റെ മുഖാമുഖം കണ്ടു നിൽക്കേ, തൻ്റെ ശക്തിക്ക് വച്ച് വിലപേശിയ ഒരുത്തൻ നാളെ ഈ അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇവിടുത്തെ ധർമ്മം അത്തരമൊരു അധർമ്മിഷ്ഠനെ ഇല്ലായ്മ ചെയ്യുക തന്നെയാണ്. കഥയോ കാര്യവുമാകട്ടെ, വലിയൊരു തത്വം ഇതിൻ്റെ മുന്നിലുണ്ട്. നമ്മുടെ രാജ്യം ഒരു അപകടസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ വിലപേശുന്ന ഒരുവനുണ്ട് എങ്കിൽ അവൻ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹനല്ല. അവന് തക്കതായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അതാണ് ധർമ്മത്തിൻ്റെ മാർഗം. എന്താണ്? ഈ കത്തിയുടെ വായ്ത്തലയിൽ നടക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണവും. നമസ്കാരം.